ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ്. അതിനായി 250 ഗ്രാം നന്നായി കഴുകി വൃത്തിയാക്കിയ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ പാൻ വെച്ച് ചൂടായതിന് ശേഷം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ നന്നായി വഴറ്റി കൊടുക്കുന്നു. നന്നായി വഴറ്റി വരുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് വഴറ്റി അത് നിറം ഒരു ചെറിയതായി നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മസാലക്കൂട്ടുകൾ തയ്യാറാക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു തക്കാളി നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരുന്നു, അതിട്ട് നന്നായി വഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചു. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നോക്കി ഏകദേശം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ 250 ഗ്രാം കൊഞ്ച് നമ്മുടെ റെഡിയായ ഗ്രേവിയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. കുരുമുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ പിഞ്ച് നമ്മൾ പെരുംജീരകം, ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് നന്നായി ഇളക്കി അടച്ച് വേവിച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കുക. അതിനുശേഷം നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു. വെള്ളമെല്ലാം ഗ്രേവിയെല്ലാം വറ്റുന്നത് വരെ. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്.